23,000 ജീവനക്കാരുള്ള KSRTC 2,700 പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് എഴുതി തന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? പോകില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? പോകില്ല. എമർജൻസി ഉള്ള സ്ഥലം ടിക്കറ്റ് ആൻഡ് ക്യാഷാണ്. ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ഇരിക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും അസുഖമാണ്. രാത്രി ഉറക്കൊഴിക്കാൻ വയ്യ. എന്നാൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, 23,000 ജീവനക്കാരുള്ള KSRTC 2,700 പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് എഴുതി തന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? 10% മേളിലാണ്. അപ്പോൾ ഈ ജോലി ചെയ്യാൻ അപ്പം ഡോക്ടർ എഴുതി തന്നു, ഇവരെ രാത്രി മരുന്നൊന്നും കഴിക്കേണ്ടവരല്ല, ഇവർക്ക് രാത്രിയിൽ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ജോലി ചെയ്യാം. അതനുസരിച്ച് നിയമിച്ചു. പോകില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? പോകില്ല. രാത്രി ആരിരിക്കും? അപ്പോൾ കുറച്ച് ആളുകൾ, അപ്പോൾ ഈ ഡെയിലി ബേസുകാരെന്ന് വെച്ചാൽ അവരെ കൊണ്ട് രാത്രി പണിയെടുപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവർ പകൽ എടുക്കുക. ഈ ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ വന്ന സ്ഥിതിക്ക് അത്ര ആളിൻ്റെ ആവശ്യമില്ല. KSRTC ലോൺ എടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ടത്. ഒരു ചരട് കെട്ടിയിട്ട് അതിനെ കൂടെ സർക്കസ് നടക്കുകയാണ്. അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ പലിശ, അത് ഇന്നത്തെ കണക്കനുസരിച്ച് 76 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുക. ഈ 76 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റിന്റെ പലിശ ഒരു മാസം ശരാശരി 50 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞത്. ഈ 50 ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ്, ഇത് സർക്കാർ തരുന്നില്ല, KSRTC വരുമാനത്തിന് എടുക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുക. ശമ്പളം 1-ാം തീയതി കൊടുക്കണമെങ്കിൽ എല്ലാം ഓക്കെ. ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയിട്ട് ഈ 50 ലക്ഷം രൂപ ശമ്പളം എടുത്തിട്ടാണ് നമ്മൾ പലിശ എടുത്തിട്ടാണ്. അപ്പോൾ ആ പലിശ എടുക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു? വരുമാനം വർദ്ധിച്ചാൽ വരില്ല. എവിടെയെങ്കിലുമൊക്കെ ചെലവ് കുറയ്ക്കണം. അനാവശ്യമായ എല്ലാ ചെലവും വെട്ടി കുറയ്ക്കാം. സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോടിക്കണക്കിന് വൈദ്യുതി ലാഭിക്കാം. ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത്. ദയവ് ഇത് ഡാമേജ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, അത് രക്ഷപ്പെടുന്നു എന്നുള്ളതിൽ മലയാളി അഭിമാനിക്കുക. ഇതുപോലൊരു അവസരം നമുക്കില്ല. ഞാൻ KSRTC ജീവനക്കാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ KSRTCക്ക് 8 വർഷങ്ങൾ 9 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് KSRTC വണ്ടി വാങ്ങിച്ചതാണ്. KSRTCയുടെ പേരിൽ വണ്ടി വാങ്ങിച്ചു. പക്ഷേ എനിക്കത് ദുഃഖമുണ്ട്. കാരണം ആ വണ്ടികൾ കൈ കിട്ടുമ്പോൾ ഈ ഡ്യൂട്ടി ഒന്നും പോരാ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി KSRTCയുടെ പേരിൽ വണ്ടി വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം നമ്മളെ എനിക്ക് മുമ്പേ വന്നവർ എന്നെക്കാൾ ബുദ്ധിമാന്മാരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായതപ്പോഴേ. അവർ ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്തത്. ഞാനതൊന്ന് തിരുത്താൻ നോക്കിയതാണ്. അപ്പോൾ അത് വേണ്ട. അതിനെ പുറകെയുള്ള പർപ്പസ് പറയായിരുന്നു എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ മുൻ സാരഥികൾ എടുത്തിരുന്ന തീരുമാനത്തിലേക്ക് തിരിച്ച്. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ അതൊരു മുതലെടുപ്പിന് ഉപയോഗിക്കുന്നത്, അത് ശരിയാവില്ല. അതങ്ങനെ മുതലെടുത്തുകൊണ്ടാണ് മുമ്പിരുന്ന മന്ത്രിയും ബിജു പ്രഭാകരനും എല്ലാം അങ്ങനെ തീരുമാനം അവരെടുത്തത്. അവരുടെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകും. പലിശ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക, പലിശ കൊടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കുക. ഓണം നന്നായി ആഘോഷിച്ചു. മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചെലവ് ചുരുക്കൽ നടപടികളുണ്ടാവും. ഇപ്പോൾ 150 പേരെ പിരിച്ചു വിട്ടു എന്ന് പറയുന്നു. അവരെ ശമ്പളം തന്നെയാണ് 28-30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ വയ്ക്കുകയാണ്. ക്യാമറ വെച്ച് കഴിയുമ്പോൾ അനാവശ്യമായ സെക്യൂരിറ്റിക്കാർ ആവശ്യമില്ല. എല്ലാം ഒക്കിലും മൂലയിലും ക്യാമറ വയ്ക്കുക. അപ്പം പിന്നെ സെക്യൂരിറ്റിക്കാരോട് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ക്യാമറയുടെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡന്റിൽ മറ്റും കാലൊക്കെ പോയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരവിടെ ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടും, നമ്മളെ ജോലി നടക്കും. അല്ലാതെ ഇപ്പോൾ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ചു മാറ്റുന്ന അടി വാങ്ങിക്കും. നമ്മളെന്താണ് പോലീസിന് വിളിക്കുക, പോലീസ് വരും. അത് ഇരിക്കുന്ന ആൾ മതി. TV-യിൽ ഒരു മോശമായ കാഴ്ച കണ്ടു, ഉടൻ പോലീസിനെ വിളിക്കുക. പോലീസ് വന്നത് കൈകാര്യം, പോലീസാണ് കൈകാര്യം. നമ്മുടെ സെക്യൂരിറ്റിക്കാർ കൈകാര്യം. കൊട്ടാരക്കരയിൽ 8 ബസ്സുകൾ ഡാമേജ് ചെയ്തു. 8 ബസ് ഡാമേജ് ചെയ്ത് ഒരു സെക്യൂരിറ്റിക്കാരൻ കണ്ടില്ല. 16 സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, 18 പേരെ കണ്ടില്ല, ആരും കണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ജോലി? അപ്പം അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കി. പൊട്ടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഡയഫ്രം അടിച്ച് കളയുന്നതിനാണോ പ്രാധാന്യം? അതിന് പൊല്യൂഷൻ ഉണ്ടോ എന്ന്? എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്നു നിരന്തരമായി ഹോൺ അടിച്ചല്ലേ ചെയ്തു. അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിപ്പിച്ചു. KSRTC ട്രാൻസ്പോർട്ടിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണോ ഉത്തരവ് നേരത്തെ ഉള്ളതല്ലേ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. വക്കീൽ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു, വലിച്ചു വരിക. അത് ഇളക്കാൻ പറഞ്ഞു, ഇളക്കി. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പറഞ്ഞത് പൊട്ടിച്ച് കളയാൻ. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? പൊട്ടിക്കാൻ വന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ നാട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഡയഫ്രം അടിച്ച് കളയുന്നതിനാണോ പ്രാധാന്യം? അതിന് പൊല്യൂഷൻ ഉണ്ടോ എന്ന്? എല്ലാ വണ്ടിക്കും പൊല്യൂഷൻ ഇല്ലേ? ഇപ്പോൾ വേറെ പ്രശ്നമുണ്ട്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയപ്പോൾ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ KSRTC പൊല്യൂഷൻ സെന്റർ തുടങ്ങിയാണ്. നാളെ മുതൽ റെഡിയാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപിക്കും. നാളെ KSRTC വികാസ് ഭവനിൽ ആദ്യത്തെ ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് 6 മാസത്തിലൊരിക്കൽ വണ്ടി ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് ഇത് നല്ല എന്താ പറയുക, എല്ലാ സ്ഥലത്തും സ്ഥാപിക്കാൻ പോകാം പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ. പ്രൈവറ്റ് വെളിയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചെയ്യാം, KSRTC ചെയ്യാം. KSRTCയുടെ ഗുണം എന്ന് പറയുന്നത് ഈ പൊല്യൂഷൻ കറക്റ്റാക്കി വെച്ചാൽ KSRTC മൈലേജ് കൂടും. ഞങ്ങളുടെ എഞ്ചിനീയർമാർ തന്നൊരു പ്രപ്പോസൽ, പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടി, പുക തുപ്പാത്ത വണ്ടി വേണം എന്നുള്ള. അപ്പോൾ ആറ്റിങ്ങിൽ ഇത് പരീക്ഷിച്ച് വിജയിച്ചു. മറ്റ് 11 ഡിപ്പോകളിൽ ഇതിന്റെ പരീക്ഷണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ സ്ഥാപിക്കാൻ പോകാം. ഞങ്ങളൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാണ്. പക്ഷേ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളാണ്. ഏറ്റവും മിടുക്കുള്ള കുട്ടികളെയാണ് ലൈസൻസാണ് പഠിപ്പിച്ചിറക്കുന്നത്. KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ ലാഭമാണ്, സമൂഹത്തിന് അതൊരു നേട്ടവും. നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ഹൈക്കോടതി ഉത്തരവ് കണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് പ്രത്യേക കാരണം കാണിക്കാതെ ഈ വ്യക്തിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയതുകൊണ്ട് അത് റദ്ദാക്കുന്നു. ഏത് സ്ഥലം മാറ്റം? തൊട്ട് താഴത്തെ വരിയും കൂടെ വായിക്കണം. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റ് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ ഉത്തരവ് ഒരു തടസ്സമല്ല. KSRTC അതിനുള്ള അധികാരം ഉണ്ടെന്നാണ് വിജയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്.
എന്നെ കളിയാക്കാൻ വേണ്ടി ആ മന്ത്രി മുട്ടുമടക്കി തലകുത്തി, എനിക്ക് മുട്ടുമടക്കാനും തലകുത്തിക്കാനും ഒരു വിഷമമുള്ളതല്ല. അത് ഇതെന്റെ കുടുംബ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് വ്യക്തിപരമായ കാര്യമല്ല. എനിക്ക് ആ വ്യക്തിയോട് എന്താണ് വ്യക്തിവിരോധം? നിങ്ങൾ പറയുന്ന കൂടി ശ്രദ്ധിക്കണം. കാടിക്കുപ്പിയാണ് വരിയിട്ടത്. കുടിക്ക് ദാഹജലം തടഞ്ഞ ദുഷ്ടനായ മന്ത്രിയൊന്നുമല്ല, ദാഹജലമൊന്നുമല്ല. അതിന്റെ വീഡിയോ എൻ്റെ ഉണ്ട്, വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്, ഞാൻ എടുത്ത വീഡിയോ അല്ല, വിജിലൻസ് എടുത്ത വീഡിയോ ഉണ്ട്. കോടതി ഉത്തരവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ആ കോടതി ഉത്തരവ് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരാം. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ഥലം മാറ്റം വേണ്ടെന്ന് വയ്ക്കുന്നു. പക്ഷെ ഒരു രഹസ്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ഡ്രൈവർക്ക് ആരാണ് ഇതിന്റെ പുറകിൽ? ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരും ഇതിന്റെ പുറകിലില്ല. ഇത് നന്നാവരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിട്ട് മന്ത്രി കണ്ടു ശകാരിച്ചു, തെറ്റാണോ? അതൊരു തെറ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെ ഒരാളോട് നിങ്ങൾ എന്തിനാ ചെയ്തത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിന്റെ CEO ആണ്. എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ ഞാൻ വണ്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ വണ്ടി റോങ് ആയിട്ട് ഓടിക്കും, നിങ്ങൾ വീഡിയോ പകർത്തി എനിക്ക് അയച്ചു തരാറില്ലേ? ഞാൻ നടപടി എടുക്കാറില്ലേ? അത് നിങ്ങൾക്ക് അതിന് അധികാരമുണ്ടോ? പത്രപ്പുറത്തവർക്ക് ഞാൻ അധികാരമുണ്ടോ എന്ന് ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ സാധാരണ ജനങ്ങൾ അയക്കുന്നില്ലേ? സിറ്റിസൺ ആപ്പിലേക്ക് ഓരോ കുറ്റകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് അയച്ചു തരുന്നില്ലേ? അഡ്വക്കേറ്റ് ഇരുന്ന് അടിക്കുന്നതായിട്ട് ഇയാൾ ഏത് അധികാരത്തിന്റെ പുറത്താണ് എടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത്ര ഡിസിപ്ലിന് വേണ്ട ഹോൺ അടിച്ചാൽ നടപടി എടുത്തിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അജ്ഞത നടിക്കരുത്, അജ്ഞത നടിക്കരുത്. എറണാകുളത്ത് പോയി വണ്ടി ഓടിച്ച് നോക്കും, നിങ്ങളെ പുറകെ കൊണ്ട് ഹോൺ അടിച്ച് പൊറുതി മുട്ടിക്കുകയാണ്. ഈ ഒരു വശത്ത് പറയുന്നു കിരണകുമാർ ഹോൺ എടുക്കാൻ പറഞ്ഞു, ഈ റോളർ കയറ്റാനെന്ന് ഞാൻ പറഞ്ഞല്ല, അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഞാൻ അത് റീസെയിൽ ചെയ്യും. അതാണ് നമ്മുടെ നാട്. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇടയ്ക്ക് മാറ്റേണ്ടതാണ്. അത് മാത്രമല്ല, മ്യൂസിക്കൽ ഹോൺ ഇളക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ഇത്ര ഡിസിപ്ലിന് മേളിൽ സൗണ്ട് പാടില്ല. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഒരു മേഖല സൈലന്റ് സോണായിട്ട് വയ്ക്കാം, ഹോൺ അടിക്കാൻ പാടില്ല. അങ്ങനെ സോൺ വരികയാണ് കൊച്ചിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കാലത്തിന്റെ മാറ്റങ്ങളാണ്. ചെവി അടിച്ച് ഗണേഷ് കുമാറിന് ഒരു ദുരനുഭവം എൻ്റെ ഇടവരയിലൊന്നും അടിക്കത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് നിരന്തരമായി ഹോൺ അടിച്ചെടുക്കുക. അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിപ്പിച്ചു, KSRTC ട്രാൻസ്പോർട്ട് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണോ ഉത്തരവ് നേരത്തെ ഉള്ളതല്ലേ എന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. വക്കീൽ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കുക. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്തു, വിളിച്ചു പഠിക്കും. അത് ഇളക്കാൻ പറഞ്ഞു, ഇളക്കി. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് പറഞ്ഞത് പൊട്ടിച്ചുകളെ.